ഹരി ഓം നമഃ ശിവായ. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീ ശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ സ്വാഗതം, നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ ആയുധമായിട്ടുള്ള മഹാസുദർശന യന്ത്രത്തിൻ്റെ ചെറിയ ഒരു മന്ത്രം, ലഘു സുദർശന മന്ത്രം. ഭഗവാന്റെ അസ്ത്രമന്ത്രം കൂടിയാണ് ഈ മന്ത്രം. ഭഗവാൻ ഭക്തനെ പരിപാലിക്കുന്നതിനു വേണ്ടി, ധർമ്മം നിലനിർത്തുന്നതിനു വേണ്ടി, എവിടെയാണോ ധർമ്മം നശിപ്പിക്കപ്പെടുന്നത് അവിടെ ഞാൻ ധർമ്മമായി പുനർജനിക്കുമെന്ന് പറയുന്ന രീതിയിലുള്ള ഭഗവാന്റെ അതിശക്തമായിട്ടുള്ള, ധർമ്മം നിലനിർത്തുന്നതിനുള്ള അതിശക്തമായിട്ടുള്ള ഒരു മന്ത്രം, ഒരു യന്ത്ര വിധാനത്തിൻ്റെ മന്ത്രം. ഈ മന്ത്രം ഏതൊരു സാധാരണക്കാരനും യാതൊരുവിധ ഇതുകളൊന്നും ഇല്ലാത്ത, നിയമത്തിൻ്റെ യാതൊരുവിധ വിലക്കുകളൊന്നുമില്ല. ആകെയുള്ളത് മത്സ്യമാംസാദികൾ മാത്രം, അത്രയേ ഉള്ളൂ. വേറെ നമ്മൾ ശ്രീസംഘങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള അങ്ങനെ ഒരു ഇതില്ല. ഇതിൽ മത്സ്യമാംസാദികൾ കഴിക്കരുത്, അത്രയേ ഉള്ളൂ. അപ്പോൾ കാലത്ത് ഈ മന്ത്രം ചൊല്ലാൻ നമ്മൾ സമയം കണ്ടെത്താം. അപ്പോൾ പകൽ സമയത്ത് നമുക്കിത് മത്സ്യമാംസാദികൾ കഴിക്കുന്നതുകൊണ്ട് വിരോധമില്ല. കാലത്ത് കുളികുറി ദേവാരങ്ങളൊക്കെ കഴിഞ്ഞ്, ഭസ്മധാരണങ്ങളൊക്കെ കഴിഞ്ഞ്, സൂര്യവന്ദനാദികൾ കഴിയണം. അതിനുശേഷം നമ്മൾ ഗുരുവിളക്കിന് സമീപം ഇരുന്നു കൊണ്ട് 108 സംഖ്യ ഈ മന്ത്രം ജപിക്കുക. ഭഗവാന്റെ ലഘു സുദർശനം എന്ന പേരിൽ അറിയുന്ന അസ്ത്രമന്ത്രം ചൊല്ലുക 108 പ്രാവശ്യം. ഈ മന്ത്രം നമ്മൾ ചൊല്ലേണ്ടത്, ഇതിന് ഇതിന് ഛന്ദസ്സൊക്കെ ഉണ്ട്. മൃഗമുദ്ര പിടിച്ചുകൊണ്ട് തള്ളവിരലും നടുവിരലും മോതിരവിരലും ഇങ്ങനെ മാൻമുദ്ര പോലെ പിടിച്ചുകൊണ്ട് ശിരസിൽ അഹിർബുദ്ധി ഋഷി ചുണ്ടിനും മൂക്കിനും ഇടയ്ക്ക് അഹിർബുദ്ധിഷ്ടി അനുഷ്ടുപ് ചന്ദ സുദർശനോ ദേവത, മഹാവിഷ്ണു സുദർശനോ ദേവത. ഇതാണ് ഇതിൻ്റെ ഛന്ദസ്. ഇതിന് ധ്യാനം ഒക്കെ ഉണ്ട്. ധ്യാനം സാധാരണക്കാരൻ ചെയ്യണമെന്നില്ല, ചെയ്യണമെങ്കിൽ ചെയ്യാം. സജലഗന സമാപം ഭീമതം ഷ്ടം ത്രിനേത്രം എന്നൊക്കെ ഉണ്ട്. എന്തായാലും ഈ മന്ത്രം ഞാൻ ഇവിടെ പറയുന്നത് മലബാര കർമ്മത്തിലും ഈ മന്ത്രം കാണുകയുണ്ടായി. അതിൽ ധ്യാനങ്ങളൊന്നും പറയണില്ല, അതുകൊണ്ട് ഇവിടെ ധ്യാനം ഞാൻ പറയണില്ല. താന്ത്രികത്തിലാണ് ധ്യാനം പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മന്ത്രം വളരെ സിമ്പിളാണ്. ഓം സഹസ്രാരഹും ഫട്ട് സ്വാഹ. ഓം സഹസ്രാരഹും ഫട്ട് സ്വാഹ. ഓം സഹസ്രാരഹും ഫട്ട് സ്വാഹ. ഇതാണ് മന്ത്രം. ഇത് 108 തവണ നിത്യം ജപിക്കുക. സകല ശത്രുദോഷങ്ങളും തീരും. ആരെന്ത് ആഭിചാരദോഷങ്ങൾ ചെയ്താലും നമ്മൾക്ക് ഏൽക്കില്ല. നമുക്കൊരു വലയം, പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ നമ്മുടെ വീടിനും നമുക്ക് ചുറ്റും ആ ഒരു ഐശ്വര്യവലയം നമ്മളെ ചുറ്റിയിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഭഗവാന്റെ ഭക്തനാവണമെന്നൊന്നുമില്ല. ഇപ്പോൾ ദേവി ഭക്തന്മാർക്ക് ഇത് ചൊല്ലാൻ പാടോ? ഒരാൾ ചോദിക്കേണ്ടായി, ദേവി ഭക്തന്മാർക്ക് ഇത് ചൊല്ലാൻ പാടോ, അല്ലെങ്കിൽ ദേവന്മാർക്ക് ദേവി മന്ത്രങ്ങളൊക്കെ ചൊല്ലാൻ പാടോ എന്നൊക്കെ ചൊല്ലുന്നുണ്ട്. ഏതൊരു ദേവനെയും നമുക്ക് ഉപാസിക്കുന്നതിന് ഒരു ദേവൻ വിലങ്ങായി നിൽക്കില്ല. കാരണം
ശക്തി എന്നത് ഒന്നാണ്. മനുഷ്യൻ കൊടുത്ത രൂപങ്ങളാണ് വിവിധ രൂപങ്ങൾ. അപ്പോൾ ശക്തി ഒന്നേ ഉള്ളൂ. അത് ഞാനാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന് പറയുന്ന പോലെ ആ ശക്തി ഒന്ന് തന്നെയാണ്. അതൊക്കെ ഭാരത സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ഇനി അതിലേക്ക് കടന്നാൽ വർഗീയമായിട്ട് പറയുന്നതുകൊണ്ട് ഞാൻ കടക്കണില്ല. ഇപ്പോൾ മുസ്ലിംസ് ആണെങ്കിൽ രൂപം ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് അതും തന്നെയാണ് ഹിന്ദുധർമ്മം തന്നെയാണ്. കൊച്ചുനാളിൽ നമ്മൾ അമ്പലത്തിൽ പോണു, അങ്ങനെ ദൈവത്തെ അറിഞ്ഞു വായിച്ചു പഠിച്ചൊക്കെ കഴിയുമ്പോൾ പിന്നെ അമ്പലത്തിൽ പോകണമെന്നില്ല. അപ്പോൾ പിച്ച വെച്ച് നടക്കുന്ന ഒരു കുട്ടി 1ൽ പഠിക്കുന്നു 2ൽ പഠിക്കുന്നു ഒക്കെ പറഞ്ഞ പോലെ ദൈവനെ നമ്മൾ ആദ്യം രൂപമുള്ള അവസ്ഥയിൽ നിന്ന് രൂപമില്ല അവസ്ഥയിലേക്ക് നടക്കലാണ്, അതായത് മോക്ഷം. അപ്പോൾ അവിടെ രൂപമില്ല. മുസ്ലിംസും പറയുന്നത് രൂപമില്ല എന്നൊക്കെ പറയണം. അപ്പോൾ ഇത് തന്നെയാണ്, എല്ലാം ഒന്ന് തന്നെയാണ്. വിവിധ ഗുരുക്കന്മാരും വിവിധ രീതിയിൽ കണ്ടെത്തി. ആ ഭാരതം വിശ്വത്തിൻ്റെ ഗുരുവായി തീരാൻ കാരണം നമ്മുടെ ഋഷിമാരുടെ അറിവുകളാണ്. ഇന്ന് ലോക ജനത ആ ഹിന്ദു സംസ്കാരത്തിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങിയിരിക്കുന്നു. വിവേകമുള്ളവർ തിരിച്ചു വരും, അല്ലാത്തവർ പൊട്ടക്കിണറ്റിലെ തവള പോലെ അങ്ങനെ കിടക്കും. അറിവുകൾ നേടണം. ഉപ്പ് കൊണ്ട് ഒരു പാവയെ ഉണ്ടാക്കി കടലിലിട്ടാൽ ഒരിക്കലും ആ പാവയായി തിരിച്ചു കിട്ടില്ല. കാരണം അത് കടലായി മാറും. നമ്മൾ അന്വേഷിക്കുക, സത്യത്തെ അന്വേഷിക്കുക, മോക്ഷത്തിലേക്ക് നടക്കുക. ഇതാണ് ഇതിൻ്റെ ഭാരതത്തിൻ്റെ സംസ്കാരം. അപ്പോൾ എല്ലാ സജ്ജനങ്ങൾക്കും ഇന്നത്തെ ഈ മന്ത്രം ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അത് ഈ 108 തവണ കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഛന്ദസ് നശിക്കണം. അഹിർബുദ്ധിഷി അനുഷ്ടുപ്ചന്ദക മഹാസുദർശനോ വിഷ്ണുർ ദേവത എന്ന് ചൊല്ലണം. ധ്യാനം ഇതിന് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. അറിയാവുന്നവരാണെങ്കിൽ ചൊല്ലാം. സജലഗന സമാപം ഭീമദംഷ്ടം ത്രിനേത്രം ഭുജംഗധര